ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ മധ്യനിരക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ബ്രൂണോ ഗിമറസ് മാത്രമാണ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുള്ളത്. കാസമിറോ, ലുക്കാസ് പക്കാറ്റ എന്നിവർക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതേക്കുറിച്ച് മറ്റൊരു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് മാത്യൂസ് പെരേരയെ ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ ഗതി വരുമായിരുന്നില്ല. മാത്യൂസ് പെരേരയെ പോലെയുള്ള ഒരു താരത്തെ ബ്രസീലിൻ്റെ മധ്യനിരയിൽ ടീം ഇപ്പോൾ മിസ് ചെയ്തു എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുള്ളത്. മാത്യൂസ് പെരേരയെക്കുറിച്ച് നേരത്തെ തന്നെ ബ്രസീലിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. അതായത് പൗലോ നുനസ് എന്ന മാധ്യമ പ്രവർത്തകനാണ് ഇന്നലെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ക്രുസൈറോക്ക് വേണ്ടി ഗോളടിക്കാൻ മാത്യൂസ് പെരേരയ്ക്ക് സാധിച്ചിരുന്നു. ഇതിന് പിന്നാലെ പൗലോ നുനസ് പറഞ്ഞത്, മാത്യൂസ് പെരേരയെ എടുത്തിരുന്നുവെങ്കിൽ ബ്രസീലിൻ്റെ മധ്യനിരയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായേനെ എന്നാണ് പൗലോ നുനസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിൽ ബ്രസീൽ മിസ് ചെയ്തത് മാത്യൂസ് പെരേരയെ പോലെയുള്ള ഒരു താരത്തെയാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ ഉള്ള ഒരൊറ്റ താരവും ബ്രസീലിൻ്റെ മധ്യനിരയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ബ്രസീലിൻ്റെ മധ്യനിരയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായേനെ. ഇതാണ് നുനസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് മാത്യൂസ് പെരേര. സമീപകാലത്ത് ബ്രസീലിയൻ ലീഗിൽ തകർപ്പൻ പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കണമായിരുന്നു എന്ന അഭിപ്രായങ്ങൾ നേരത്തെ ഉയർന്നതാണ്. പക്ഷേ അടുത്ത വേൾഡ് കപ്പ് സൈക്കിളിൽ മാത്യൂസ് പെരേരയ്ക്ക് ഇനിയിപ്പോൾ സ്ഥാനം ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം 30 ഇനിയിപ്പോൾ വലിയ ഭാവിയൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ മികച്ച പ്രകടനം സമീപകാലത്ത് അദ്ദേഹം ക്രുസൈറോക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ലുക്കാസ് പക്കേറ്റയുടെ പൊസിഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന ഒരു താരമാണ് മാത്യൂസ് പെരേര. ഈ ബ്രസീലിയൻ ലീഗിൽ 4 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മുന്നേറ്റ നിരയിലേക്ക് വലിയ രൂപത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് മാത്യൂസ് പെരേര. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.